നമുക്കേറെ പരിചയമുള്ള ഒന്നാണ് കശുമാവ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു വലിയ കശുമാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചില തൈകളൊക്കെ വെക്കാൻ വേണ്ടി നമ്മളത് വെട്ടിക്കളഞ്ഞു. അപ്പോൾ അത് വെട്ടുമ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് കമ്പെടുത്ത് നമ്മൾ അതിൻ്റെ തൈയിൽ ഗ്രാഫ്റ്റ് ചെയ്താണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ 2 തൈ നമുക്ക് പിടിച്ച് കിട്ടി. അതിൽ 1 തൈ നല്ല രീതിയിലൊക്കെ വളർന്നു. ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും, ഗ്രാഫ്റ്റ് ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഈ തൈയൊക്കെ. അപ്പോൾ ഒരു തൈ നല്ല രീതിയിൽ വളർന്നു കണ്ടപ്പോൾ നമ്മളത് നല്ല ചട്ടിയിലൊക്കെ ആക്കി വളർത്തി വരുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്നാൽ ഇതിൻ്റെ മറ്റൊരു തൈ നമ്മളൊരു ഗ്രോ ബാഗിൽ തന്നെ, ഇതേപോലെ ഒരു ഗ്രോ ബാഗിൽ തന്നെ നട്ടതായിരുന്നു. രണ്ടും ഒരുപോലെ നട്ടതായിരുന്നു. പക്ഷേ അത് ഇന്നും ഒന്നും ആയിട്ടില്ല, ഇതുപോലെ നിൽക്കണം. അപ്പോൾ ഈ കാണുന്ന പോലെ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ വെള്ളം പാടില്ല. ഇതൊരു വരണ്ട കാലാവസ്ഥയിൽ വളരുന്നതാണെന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ വരണ്ട സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കായ പിടിക്കുന്നതും നല്ല രീതിയിൽ വളർന്ന് ഉണ്ടാകുന്നതൊക്കെ. അപ്പോൾ വരണ്ട പ്രദേശത്ത് വളർന്നൊരു കാര്യമായതുകൊണ്ട് നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിനെ പറ്റില്ല. അപ്പോൾ അത് വളരെ തൂമ്പ് പിടിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളതിനെ മറ്റൊന്നിലേക്ക് എടുത്ത് മാറ്റിയിട്ടില്ല. കാരണം ഇത് നല്ല രീതിയിൽ വളർന്നതിന് ശേഷം നമ്മൾ അതിനുവേണ്ടി പണിയെടുത്താൽ മതിയല്ലോ. വെറുതെ നമ്മളെ സമയം പോവും, ചട്ടി മെനക്കെടും. അപ്പോൾ കുറച്ച് ദിവസം നനക്കാതിരുന്നപ്പോൾ ചെറുതായിട്ടൊരു തൂമ്പൊക്കെ വരുന്നുണ്ട്. അത് നന്നായിട്ട് വളർന്നതിന് ശേഷം നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് മാറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം പൂവൊക്കെ അണിഞ്ഞിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം പൂവിട്ടിരുന്നു. പിന്നെ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞാണ്. ഇതിൻ്റെ തടിയൊക്കെ ഒന്ന് വളരട്ടെ എന്ന് കരുതിയിട്ട് പൊട്ടിച്ച് കളഞ്ഞാണ്. എന്നാൽ ഇപ്രാവശ്യം പൂവിട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ച് കളയേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ തന്നെ കായ്ക്കാനുള്ള കരുത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പറങ്കിമാവ് എന്നാണ് നമ്മളെ ഇവിടെയൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ മലയാളം കശുവണ്ടി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ കേരളത്തിൽ നിന്നൊരു നെറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ കശുവണ്ടിയിൽ നിന്ന് മാത്രമാണ് നമുക്കങ്ങനെ ഒരു വിലമതിപ്പുള്ളൊരു നെറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അഭിമാനിക്കാം. പഴയ കാലത്തൊക്കെ വാർത്തകളിലും മാധ്യമങ്ങളിലൊക്കെ കേട്ടിരുന്നു കശുവണ്ടി തൊഴിലാളി എന്നുള്ളതൊക്കെ. ഇപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ എന്നൊന്നും അറിയില്ല. എന്നാലും സുലഭമായിട്ടില്ലെങ്കിലും കുറേയൊക്കെ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ഏതായാലും നമ്മുടെ ചട്ടിയിൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കശുമാവിൻ്റെ ഒരു തൈയെങ്കിലും പിടിക്കാൻ കഴിഞ്ഞു. മറ്റൊരു തൈ അങ്ങനെ ജീർണിച്ച് നിൽക്കുന്നുണ്ട്. അതും കൂടി പിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ മാങ്ങ കൊണ്ട് പ്രത്യേകിച്ചൊരു റെസിപ്പിയൊന്നും ഉണ്ടാക്കുന്നതായിട്ട് നമുക്കറിയില്ല. എന്നാൽ നമുക്കറിയാവുന്നത് നമ്മുടെ ചെറുപ്പത്തിൽ കർച്ചാപ്പറച്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്നൊരു മിഠായി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്ന് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ചട്ടിയിലൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ നീരൊക്കെ എടുത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുന്നതാണ്. കുറച്ച് ശർക്കരയും ചേർത്ത് കുറുക്കിയെടുക്കുന്നതാണ്. നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കുള്ളനായിട്ട് ഇങ്ങനെ കായ്ക്കുന്നതൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു രസം ഭംഗിയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കായ പിടിച്ച് പിന്നീട് നമുക്ക് സമയം സൗകര്യം പോലെയൊക്കെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ അങ്ങനെ നമുക്കറിയേണ്ടതും കാണേണ്ടതുമായ ഇതുപോലുള്ള ഫ്രൂട്ട് പ്ലാന്റുകളും മറ്റുമായി ഇനിയും നമ്മൾ വീഡിയോയുമായിട്ട് വരും. അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ കശുമാവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ബൈ ബൈ.